So guys, let's start. So നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് every planar graph is 5 vertex colorable. അതായത് ഏത് planar graph എടുത്താലും അതിന്റെ verticesനെ നമുക്ക് 5 കളർ വെച്ചിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യാം. 5ൽ കൂടുതൽ കളറിന്റെ ആവശ്യമില്ല. ആ ഗ്രാഫിന് എന്തോരം vertices ഉണ്ടായിക്കോട്ടെ, ഒത്തിരി vertices ഉണ്ടായിക്കോട്ടെ, ആ verticesനെ എല്ലാം 5 കളർ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാം. 5 കൂടുതൽ കളറിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പം 5 കൂടുതൽ കളറിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു വേർട്ടെക്സ് ഉള്ള ഗ്രാഫിലാണെങ്കിൽ അതെന്തായാലും ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണ്. 2 വേർട്ടെക്സ് ഉള്ള ഗ്രാഫിലാണെങ്കിലും രണ്ട് വേർട്ടീസസിന് 2 കളർ കൊടുത്താൽ മതി. 5 കൂടുതൽ കളറിന്റെ ആവശ്യം വരുന്നില്ല. 3 വേർട്ടെക്സ് ഉള്ള ഗ്രാഫിലും 3 വേർട്ടെക്സിന് 3 കളർ കൊടുത്താൽ മതി. 5 കൂടുതൽ കളറിന്റെ ആവശ്യം വരുന്നില്ല. 4 വേർട്ടെക്സ് ഉള്ള കേസിലും 4 എണ്ണം, 5 വേർട്ടെക്സ് ഉള്ള കേസിലും 5 എണ്ണം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് വേർട്ടീസസിന് സെയിം കളർ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ 4 വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് ഒന്നും കൂടെ നോക്കുക. ഇതിനകത്ത് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്നത് യെല്ലോയും റെഡും കുഴപ്പമില്ല, രണ്ടും 2 കളറാണ്. യെല്ലോയും ബ്ലൂവും അതും രണ്ടും 2 കളറാണ്. ഇനി അടുത്തത് ഇവിടെ ഒരു ഗ്രീൻ ആണ് വന്നേക്കുന്നത്. ഈ ഗ്രീനിന്റെ സ്ഥാനത്ത് ഇപ്പം നമ്മൾ യെല്ലോ തന്നെ കൊടുക്കുകയെന്ന് വെച്ചു. ഗ്രീനിന്റെ സ്ഥാനത്ത് യെല്ലോ കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്നാ, അഡ്ജസന്റ് വേർട്ടീസസിന് സെയിം കളർ വരാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇവിടെ അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന ഏതാ? റെഡും യെല്ലോയും. അതിന് രണ്ടിനും 2 കളറാണ്. ഓക്കെ, ഇവിടെ അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന ഏതാ? ബ്ലൂവും യെല്ലോയും. അതിന് രണ്ടിനും 2 കളറാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, സോ അഡ്ജസന്റ് വേർട്ടീസസിന് 2 കളർ വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അത് ലെസ് ദാൻ 5 ആണ്. 4 വേർട്ടീസ് ഉള്ള കേസിലാണെങ്കിലും നമുക്ക് അതിനെ എത്ര കളർ വെച്ച് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും? 1, 2, 3 3 കളർ വെച്ച് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും. 4 കളർ വെച്ചും റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 3 ആണേലും 4 ആണേലും 5ൽ താഴെയാണ്. അതുപോലെ തന്നെ 5 കളർ 5 വേർട്ടീസസ് ഉള്ള ഗ്രാഫിലും നമുക്ക് 5 കളർ വെച്ച് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റും, അല്ല 5 താഴെയുള്ള കളർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ക്ലിയർ ആണ്. അപ്പം നമ്മൾ ഇനി നോക്കേണ്ടത്, നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. അപ്പം 5ഉം 5 താഴെയുള്ള ഗ്രാഫ്സിന് നമ്മുടെ തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ n-1 ഗ്രാഫിനും നമ്മുടെ തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നിനും നമ്മുടെ തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് നമ്മൾക്ക് chi of g എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഈ chi of g എന്നാന്ന് നമുക്കിപ്പം നോക്കാം. The minimum number of colors needed to color the graph g, അതാണ് chi of g. Okay, the minimum number of colors needed to color the graph g. അപ്പം നമ്മളുടെ എന്താ ഇവിടെ നമ്മളുടെ ഒരു വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് ആണെങ്കിലും 2 വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് ആണെങ്കിലും 3, 4, 5 വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് ആണെങ്കിലും മിനിമം നമ്പേഴ്സ് ഓഫ് കളേഴ്സ് ദാറ്റ് നീഡഡ് ടു കളർ ദ ഗ്രാഫ് ജി അത് ലെസ് ദാൻ 5 ആണ്. അത് കുറച്ച് മുമ്പ് പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിന്ന് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അസ്യൂം ദാറ്റ് ദ റിസൾട്ട്, അപ്പം നമ്മളിത് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഹോൾഡ്സ് ഫോർ n-1 vertices. Now we need to prove that the result holds for n vertices. Okay, അപ്പോൾ n-1 verticesന് നമ്മുടെ ഈ തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ അത് n verticesന് സാറ്റിസ്ഫൈ ആവുന്നുണ്ടെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയുള്ള കേസിൽ സാറ്റിസ്ഫൈ ആവുമെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എടുക്കുകയാണ്. അപ്പം ഫോർ എനി സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് g, delta of g is less than or equal to 5. ഇത് നമ്മൾ പ്രീവിയസ്ലി പഠിച്ചൊരു തിയറത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഫോർ എനി സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് g, delta of g less than or equal to 5. അതായത് ഏത് പ്ലാനാർ ഗ്രാഫ് എടുത്താലും അതിൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് 5ൽ താഴെയായിരിക്കും. ഓക്കെ, മിനിമം ഡിഗ്രി ഏത് പ്ലാനാർ ഗ്രാഫ് എടുത്താലും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് 5ൽ താഴെയായിരിക്കും. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു സംഭവം കിട്ടും. അതായത് ഇപ്പം എന്താ പറയുക, ഇവിടെ 1 വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് ഉണ്ട്,
2 വേർട്ടെക്സ് ഉള്ളതുണ്ട്, 3 വേർട്ടെക്സ് ഉള്ളതുണ്ട്, 4 വേർട്ടെക്സ് ഉള്ളതുണ്ട്, 5 വേർട്ടെക്സ് ഉള്ളതുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ഈ കേസിൽ എല്ലാം നോക്കിയാൽ മതി. ഇപ്പം 3 വേർട്ടെക്സ് ഉള്ള ഗ്രാഫിലാണെങ്കിൽ അതിൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. 4 വേർട്ടെക്സ് ഉള്ള ഗ്രാഫിലാണെങ്കിൽ ഇതിൻ്റെ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്തായാലും 5 താഴെയാണ് അല്ലേ. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇത് വരച്ചാലും 5 താഴെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം മിനിമം ഡിഗ്രി ഏത് പ്ലാനാർ ഗ്രാഫ് അപ്പം 5 കൂടുതലുള്ള, അതായത് ഇപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അത് ഉറപ്പായിട്ട് സാറ്റിസ്ഫൈ ആവും. ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിലും നമ്മളുടെ തീറം അനുസരിച്ച് ഏത് പ്ലാനാർ ഗ്രാഫ് എടുത്താലും അതിന് 5 വേർട്ടീസസ് മാത്രമല്ല എത്ര വേർട്ടീസസ് ഉള്ള ഗ്രാഫ് എടുത്താലും അതിന് മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് 5ൽ താഴെ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ മിനിമം ഡിഗ്രി ഉള്ള ഒരു വേർട്ടെക്സ് എങ്കിലും അവിടെ ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ മിനിമം ഡിഗ്രി ഉള്ള ഒരു വേർട്ടെക്സ് 5 താഴെയുള്ളതിന് ക്ലിയർ ആയി. 5 കൂടുതലുള്ള ഗ്രാഫാണ് നമ്മൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എടുത്തേക്കുന്നത്. അപ്പം 5 കൂടുതൽ വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് എടുത്തേക്കുന്നു. അപ്പം അതിനകത്ത് ഒരു വേർട്ടെക്സ് എങ്കിലും കാണും അതിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിട്ട്. അതായത് മിനിമം ഡിഗ്രി അതായത് ഏത് പ്ലാനാർ ഗ്രാഫ് എടുത്താലും അതിൻ്റെ മിനിമം ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്നാണ് പറയുന്നത്. മിനിമം ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വേർട്ടെക്സ് എങ്കിലും കാണും അതിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ തിയറി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും there exists at least one vertex v star such that degree of v star less than or equal to 5 if that is a planar graph. Okay, simple planar graph. Okay, എന്നിട്ട് g minus v star contains n minus 1 vertices so it is colorable. അപ്പോൾ ജിക്കകത്ത് n vertices ഉണ്ട്, അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുന്നതാണ് ഈ v star. v star എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ g മൈനസ് v സ്റ്റാറിൽ n മൈനസ് 1 വേർട്ടീസസേ ഉള്ളൂ. n മൈനസ് 1 വേർട്ടീസസ് കളറബിൾ ആണെന്ന് നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്തായിരുന്നു അല്ലേ. n മൈനസ് 1 വേർട്ടീസസ് കളറബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ബൈ ഇൻഡക്ഷൻ n കളറബിൾ ആണെന്നാണ് അല്ലേ. അപ്പോൾ g മൈനസ് v സ്റ്റാർ കണ്ടെയ്ൻസ് n മൈനസ് 1 വേർട്ടീസസ് സോ ഇറ്റ് ഈസ് കളറബിൾ. അപ്പം നമുക്ക് കിട്ടി ഡിഗ്രി ഓഫ് വി സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എവരി പ്ലാനാർ ഗ്രാഫ് ഈസ് 5 വേർട്ടെക്സ് കളറബിൾ. അതായത് ഏത് പ്ലാനാർ ഗ്രാഫ് എടുത്താലും അതിൻ്റെ വേർട്ടീസസിനെ നമുക്ക് വെറും 5 കളറുകൾ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും. 5 കൂടുതൽ കളറുകളുടെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് ഡിഗ്രി ഓഫ് വി സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കിട്ടിയായിരുന്നു. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഡിഗ്രി ഓഫ് വി സ്റ്റാർ ലെസ് ദാൻ 5 എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുന്നു. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്നും കൂടെ നമ്മൾ പഠിച്ച പോയിന്റിലേക്ക് പോവാം. ജി മൈനസ് വി സ്റ്റാർ എന്ന് പറയുന്നതിന് n മൈനസ് 1 നമ്പർ ഓഫ് വേർട്ടീസസ് ഉണ്ടാവും. ഈ n മൈനസ് 1 നമ്പർ ഓഫ് വേർട്ടീസസ് ഉള്ള ഗ്രാഫ് ഉറപ്പായിട്ടും നമ്മുടെ ഈ തിയറം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മൾ ആദ്യമേ തന്നെ അസ്യൂം ചെയ്തായിരുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n വേർട്ടീസസ് ഉള്ള ഗ്രാഫും ഈ തിയറം സാറ്റിസ്ഫൈ ചെയ്യും എന്നതാണ്. ഓക്കെ, അപ്പോൾ n മൈനസ് 1 വേർട്ടീസസ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ജിന്ന് വി സ്റ്റാർ എടുത്ത് കളഞ്ഞപ്പോൾ. അപ്പോൾ വി സ്റ്റാർ കളയാതിരിക്കുമ്പോൾ നമുക്ക് n വേർട്ടീസസ് ഉള്ള ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് വി സ്റ്റാർ ലെസ് ദാൻ 5 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം അത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. അപ്പം ഞാൻ ഇവിടെ ഡിഗ്രി ഓഫ് വി സ്റ്റാർ 4 എന്ന് പറഞ്ഞാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓരോ വേർട്ടീസസിനും ഞാൻ ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വേർട്ടീസസിനും ഓരോ കളർ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തിയറം അനുസരിച്ച് നമുക്ക് മാക്സിമം 5 കളറുകൾ കൊണ്ട് ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ n മൈനസ് 1 വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് ആ ഒരു തിയറം സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വി സ്റ്റാറിൻ്റെ സൈഡിലുള്ള ബാക്കി എല്ലാം 4 വ്യത്യസ്തമായ കളറുകൾ എടുക്കുന്നത് കൊണ്ട് വി സ്റ്റാറിന് നമുക്ക് വേറൊരു കളർ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ വി സ്റ്റാറിന് ഞാൻ വേറൊരു കളർ കൊടുത്തു.
സോ വി സ്റ്റാറിന് വേറൊരു കളറ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ 5 കളറായി. ഓക്കെ, അപ്പോൾ വി സ്റ്റാറിനും നമുക്ക് വേറൊരു കളർ കൊടുക്കാൻ പറ്റുന്നത് കൊണ്ട് വി സ്റ്റാറിനെ നമുക്ക് ഈ ജിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അതായത് ഈ വി സ്റ്റാർ ഉൾപ്പെടുന്ന ഈ ഗ്രാഫ് ജി നമ്മുടെ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇഫ് ഡിഗ്രി ഓഫ് വി സ്റ്റാർ ലെസ് ദാൻ 5 ആണെങ്കിൽ വി സ്റ്റാർ ഉൾപ്പെടുന്ന ഗ്രാഫ് ജിക്ക് n വേർട്ടീസസ് ഉണ്ടാവും. ആ n വേർട്ടീസസും നമ്മുടെ ഈ തിയറം സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ജിക്കകത്തുള്ള എല്ലാ വേർട്ടീസസിനെയും നമുക്ക് വെറും 5 കളറുകൾ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് കേസ്. ഇനി നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോകാം. സെക്കൻഡ് കേസിൽ നേരത്തെ നമ്മൾ ഡിഗ്രി ഓഫ് വി സ്റ്റാർ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡിഗ്രി ഓഫ് വി സ്റ്റാർ ഈക്വൽ ടു 5. ഓക്കെ, അപ്പം 5 നെയ്ബറിംഗ് വേർട്ടീസസ് ഉണ്ടാവും നമ്മുടെ ഈ വെർട്ടെക്സിന്. ഓക്കെ, സബ് കേസ് 1, 4 or fewer colors are used to color the neighboring vertices of V star. അപ്പം നെയ്ബറിംഗ് വേർട്ടീസസ് കളർ ചെയ്യാൻ വേണ്ടി 4 അതിൽ താഴെയോ കളറുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ. മൊത്തത്തിൽ ഡിഗ്രി ഓഫ് വി സ്റ്റാർ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 വെർട്ടെക്സ് ഉണ്ട്, പക്ഷെ 4 അതിൽ താഴെയോ കളറുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് 1-2 കളറുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ തന്ന ഗ്രാഫിനകത്ത് ഇവിടെ 2 യെല്ലോ ഉണ്ട്, 2 റെഡ് ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്. ഓക്കെ, അതായത് 3 കളറുകൾ കൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ഗ്രാഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് വേർട്ടീസസിൻ്റെ കളറ് ഈക്വൽ ആവാൻ പാടില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരിടത്തും ഒരു അഡ്ജസൻറ്റ് വേർട്ടീസസിൻ്റെ കളറും ഈക്വൽ ആയിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ 2 കളറുകളൊക്കെ എടുക്കാൻ പറ്റുന്നത്. കാരണം എന്താ, അത് അഡ്ജസൻറ്റ് അല്ലാത്ത 2 വേർട്ടീസസ് ആയതുകൊണ്ടാണ് 2 കളറുകൾ ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് വേർട്ടീസസിൻ്റെ കളറുകൾ ഈക്വൽ ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് അല്ലാത്ത വേർട്ടീസസ് ആയതുകൊണ്ടാണ് നമുക്ക് 2 കളറുകൾ ഈക്വൽ ആവാൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ 2 യെല്ലോയും 2 റെഡും അഡ്ജസൻറ്റ് വേർട്ടീസസിലല്ല വന്നേക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇപ്പം മൊത്തത്തിൽ ഇവിടെ 3 കളറേ വന്നിട്ടുള്ളൂ. ബ്ലൂ, യെല്ലോ, റെഡ്, ഈ 3 കളറേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വി സ്റ്റാറിന് അടുത്ത കളർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വി സ്റ്റാറിന് അടുത്ത കളർ കൊടുക്കുവാണ്, ഗ്രീൻ കൊടുക്കുവാണ്. വി സ്റ്റാറിന് അടുത്ത കളർ കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജി മൈനസ് വി സ്റ്റാറിൽ n-1 വേർട്ടീസസ് ഉണ്ട്. n-1 വേർട്ടീസസുകളെല്ലാം നമ്മുടെ ഈ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് വി സ്റ്റാറും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പം ഈ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം വി സ്റ്റാറും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവിടെ n വേർട്ടീസസ് ഉണ്ട്. തന്നെയല്ല, വി സ്റ്റാറും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്കിപ്പോൾ മൊത്തം കളറ് 1, 2, 3, 4 കളറ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് 5 കളറിൽ താഴെയാണ്. ഓക്കെ, സോ നമ്മുടെ തിയറം ഇവിടെയും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. എവരി പ്ലാനാർ ഗ്രാഫ് ഈസ് 5 വേർട്ടെക്സ് കളറബിൾ. അതായത് 5 താഴെയോ കളർ കൊണ്ട് നമുക്ക് ഈ എൻറ്റയർ ഗ്രാഫിനെ കളർ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻറ്റയർ ഗ്രാഫിൻ്റെ വേർട്ടെക്സിനെ 5 താഴെയോ കളർ കൊണ്ട് നമുക്ക് കളർ ചെയ്യാൻ പറ്റും. ഓക്കെ, n-1 കേസിൽ ഓൾറെഡി സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ അതിനകത്ത് വി സ്റ്റാറും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പം പിന്നെയും അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. കാരണം അവിടെ 4 കളറ് ഇപ്പം ഞാൻ എടുത്തതനുസരിച്ച് അവിടെ ആവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് കേസ്. നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. Now sub case 2, 5 distinct colors are used in the neighboring vertices of V star. അപ്പോൾ ഇത്രയും നേരം സെയിം കളർ ആയിരുന്നു. സെയിം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കളർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കേസിൽ 3 കളർ വെച്ചിട്ടാണ് നമ്മൾ നെയ്ബറിംഗ് വേർട്ടീസസിനെ ഡിനോട്ട് ചെയ്ത്. ഇപ്പം 5 ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടീസസ് ആർ യൂസ്ഡ് ഇൻ ദ നെയ്ബറിംഗ് വേർട്ടീസസ് ഓഫ് വി സ്റ്റാർ. വി സ്റ്റാറിൻ്റെ ഡിഗ്രി 5 ആണ്. അപ്പോൾ 5 നെയ്ബറിംഗ് വേർട്ടീസസ് ഉണ്ട്. അപ്പം 5 നെയ്ബറിംഗ് വേർട്ടീസസിൽ 5 ഡിസ്റ്റിങ്ക്റ്റ് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമുക്ക് 5 കളറേ വരാൻ പാടുള്ളൂ അല്ലേ.
ആറാമതൊരു കളർ വി സ്റ്റാറിന് ആറാമതൊരു കളർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തിയറം സാറ്റിസ്ഫൈ ആവില്ല. കാരണം 5 അതിൽ താഴെയോ കളറുകൾ കൊണ്ട് ഒരു പ്ലാനാർ ഗ്രാഫിനെ എല്ലാ വേർട്ടീസസിനെയും നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് ഈ ഒരു കേസിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഓരോ വേർട്ടീസസും V1, V2, V3, V4 എന്നും പറഞ്ഞ് ലേബൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് V1 ആൻഡ് V3 ബിലോങ്സ് ടു ദ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് HBR. അപ്പോൾ HBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. HBR denote the subgraph of G which contains all the vertices of G with blue and red colors. This subgraph can contain different components. അപ്പം G എന്ന് പറഞ്ഞ ഗ്രാഫിലെ ബ്ലൂവും റെഡും കളേഴ്സ് ഉള്ള എല്ലാ വേർട്ടീസസിൻ്റെയും ഒരു ഗ്രാഫാണ് HBR. ഓക്കെ, ആ വേർട്ടീസസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കാം. ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഈ കേസിൽ ബ്ലൂവും റെഡും വേർട്ടീസസ് കണക്റ്റഡ് ആണ്. ഓക്കെ, പക്ഷെ അത് ഡിസ്കണക്റ്റഡും ആവാം. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പം അത് ഡിസ്കണക്റ്റഡും ആവാം. അതായത് ബ്ലൂവും റെഡും വേർട്ടീസസും കണക്റ്റഡ് ആയിട്ടുമുണ്ട്, ഡിസ്കണക്റ്റഡും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് HBR കിട്ടും. ഓക്കെ, നമ്മൾ HBR എടുക്കുന്നത് ഈ ഗ്രാഫിലെ എല്ലാ ബ്ലൂവും റെഡും വേർട്ടീസസും അവരുടെ ഗ്രാഫ്സും നമ്മൾ എടുക്കുന്നുണ്ട്. അതാണ് HBR എന്ന് പറഞ്ഞാൽ ടോട്ടൽ സബ് ഗ്രാഫായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ HBRൻ്റെ ഇപ്പോൾ ഇവിടത്തെ ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചേക്കുന്നത് ജസ്റ്റ് 3 കമ്പോണൻറ്റ്സ് ഓഫ് HBR ആണ്. ഓക്കെ, അങ്ങനെ ഒത്തിരി കമ്പോണൻറ്റ്സ് HBRനും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ HBR contains the subgraph of subgraph of G which contains all the vertices of G with blue and red colors. അപ്പോൾ ബ്ലൂവും റെഡും കളറും ഉള്ള ജിയിലെ എല്ലാ വേർട്ടീസസും HBRനകത്തുണ്ട്. അപ്പോൾ V1ഉം V3യും അതെന്തുകൊണ്ടാണ് V1 V3 എടുത്തേക്കുന്നത്? V1 HBRൻ്റെ അകത്തെ കമ്പോണൻ്റ് ആണ്, V1 ബ്ലൂ ആണ്, V3 റെഡ് ആണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും HBRനകത്ത് വരും. ഇനി V1 and V3 belongs to the different components of G. അപ്പം V1 and V3 belongs to different components of G എന്ന് പറഞ്ഞാൽ എന്താണ്? V1 and V3 belongs to different components of HBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HBRൻ്റെ 2 കമ്പോണൻസിലാണ് V1ഉം V3യും വരുന്നത്. അപ്പം ഇവിടെ അത് തന്നെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്തേക്കുന്നത്. V1ഉം V3യും 2 കമ്പോണൻസിലാണ് വന്നേക്കുന്നത്. ഒന്ന് ഈ കമ്പോണൻറ്റിലും ഒന്ന് ഈ കമ്പോണൻറ്റിലും. അങ്ങനത്തെ കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ V1ൻ്റെ കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ V3യുടെ കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ കേസിൽ ഞാൻ V1ൻ്റെ കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യുക. V1 എന്ന് പറഞ്ഞ വേർട്ടെക്സിന് ബ്ലൂ കളറാണ്, അത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കമ്പോണൻറ്റുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക, വേർട്ടെക്സുമായിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റെഡ് കളർ വരും, ഇവിടെ ഒരു ബ്ലൂ കളർ വരും അല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇൻ്റർചേഞ്ച് ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ കളറുണ്ട്, ഇവിടെ ഒരു ബ്ലൂ കളറുണ്ട്. അപ്പോൾ ഈ അഡ്ജസൻറ്റ് വേർട്ടീസസിന് സെയിം കളർ വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർചേഞ്ച് നടത്തുവാണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല, കാരണം ബ്ലൂ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻ്റർചേഞ്ച് നടത്തുക. അപ്പം ഇവിടെ നമുക്ക് റെഡ് കിട്ടും, അപ്പുറേ നമുക്ക് ബ്ലൂവും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ V1ൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ ഒരു റെഡ് കളറാണുള്ളത്, ബ്ലൂ കളർ മാറിപ്പോയി. അപ്പം ഫൈനലി V സ്റ്റാറിൻ്റെ നെയ്ബറിങ് വേർട്ടീസസിനെല്ലാം ഏതൊക്കെ കളറാണ് ഉള്ളത്? 4 കളറേ ഉള്ളൂ ഇപ്പം, 5 കളറില്ല. അതായത് 2 റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. അപ്പം മൊത്തത്തിൽ 4 കളറേ ഉള്ളൂ, 5 കളറില്ല. അപ്പം നമുക്ക് ഉറപ്പായിട്ടും 5ാമത്തെ കളറ് V സ്റ്റാറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പം നമുക്ക് V1ഉം V3യും സെയിം കമ്പോണൻസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് HBRലാണ് വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് എടുക്കുക, ആ കമ്പോണൻറ്റിനകത്ത് ഇൻ്റർചേഞ്ച് നടത്തിയിട്ട് ആ V1ൻ്റെ കളർ അങ്ങ് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് V സ്റ്റാറിൻ്റെ വേർട്ടീസസ് ആയിട്ട് 2 കളറെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം നമുക്ക് ഒരു കളർ എക്സ്ട്രാ കിട്ടും. ആ കളറ് V സ്റ്റാറിൻ്റെ കളറായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ V1ഉം V3യും HBRൻ്റെ സെയിം കമ്പോണൻറ്റിൽ ബിലോങ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം V1ഉം V3യും HBRൻ്റെ സെയിം കമ്പോണൻറ്റിൽ ബിലോങ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. HBRൻ്റെ വേറൊരു കമ്പോണൻ്റാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ V1ഉം V3യും HBRൻ്റെ സെയിം കമ്പോണൻറ്റ് ബിലോങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ ഇൻ്റർചേഞ്ച് ചെയ്യുമെന്ന് വെച്ചോ. 2 വേർട്ടേഴ്സ് തമ്മിലിങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമെന്ന് വെച്ചോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്യണം. അപ്പോൾ എല്ലാ ഇൻ്റർചേഞ്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഫൈനലി കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റെഡ് വേർട്ടെക്സ് കിട്ടും, ഇവിടെ നമുക്കൊരു ബ്ലൂ വേർട്ടെക്സും കിട്ടും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഇപ്പോഴും V സ്റ്റാറിൻ്റെ സറൗണ്ടിങ്ങിൽ 5 കളർ കൃത്യമായിട്ടുണ്ട് അല്ലേ? അതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. അപ്പോൾ V സ്റ്റാറിന് 6ാമത്തെ കളർ കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിനു വേണ്ടി പുതിയൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ V1ഉം ഇതൊരു ഈ കാണുന്ന ഒരു പാത്താണ് മൊത്തത്തിൽ അല്ലേ? V1ൽ നിന്ന് V3യിലേക്ക് അതൊരു കണക്റ്റഡ് ഗ്രാഫാണ്. പിന്നെ V3ന്ന് തിരിച്ച് V1ലേക്കുള്ള ഈ ഭാഗവും അത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ബിക്കോസ് V സ്റ്റാറിൻ്റെ വേർട്ടീസസ് ആണ് V1ഉം V3യും. അപ്പം മൊത്തത്തിൽ ഇത്രയും ഭാഗവും ഒരു പാത്താണ്. ഓക്കെ, ഒരു കണക്റ്റഡ് പാത്താണത്. അതൊരു സൈക്കിളാണ് സത്യത്തിൽ അല്ലേ? ഓക്കെ, അപ്പം എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ V2 ആ സൈക്കിളിനകത്തായിരിക്കുന്നത്. ഓക്കെ, തന്നെയല്ല V4ൽ നിന്ന് V2ലേക്ക് നമുക്കൊരു കണക്ഷൻ വരയ്ക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഒരു കണക്ഷൻ വരച്ചു, പക്ഷെ അത് തെറ്റാണ്. അങ്ങനെ ഒരു കണക്ഷൻ വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പ്ലാനർ ഗ്രാഫാണ്. 2 എഡ്ജുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 എഡ്ജുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പം V2 നിന്ന് V4ലേക്ക് ഒരു എഡ്ജ് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ഇത് പ്ലാനർ ഗ്രാഫ് ആയതുകൊണ്ട്. അപ്പം ക്ലിയർലി ഇതിനകത്ത് മനസ്സിലാക്കാവുന്ന കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2ഉം V4ഉം ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് HBYയിലാണ് ബിലോങ് ചെയ്യുന്നത്. HYGയിലാണ് ബിലോങ് ചെയ്യുന്നത്. ഈ HYG എന്ന് പറഞ്ഞാൽ എന്താ? HBR എടുത്ത പോലെ തന്നെ ഉള്ള ഒരു സബ് ഗ്രാഫാണ്. അതിനകത്ത് യെല്ലോയും ഗ്രീനും വേർട്ടീസസ് അടങ്ങുന്ന ഒരു ജീൻ്റെ സബ് ഗ്രാഫാണ് HYG. ഓക്കെ, അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. HYG denote the subgraph of G which contains all the vertices of G with yellow and green colors. അപ്പോൾ യെല്ലോയും ഗ്രീനും കളേഴ്സ് ഉള്ള ജീൻ്റെ സബ് ഗ്രാഫ്. അപ്പം HBR എടുത്ത പോലെ തന്നെയാണ് HYGയും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം V2ഉം V4ഉം ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് HYGയിലാണ് ഇപ്പം നമുക്ക് മനസ്സിലായി. കാരണം V2ഉം V4ഉം കണക്ട് ചെയ്യാൻ നമുക്കൊരു വഴിയില്ല. ഓക്കെ, അതാണ് റീസൺ. അപ്പോൾ HYGയുടെ 2 കമ്പോണൻറ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതൊരു കമ്പോണൻറ്റ്, ഇതൊരു കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ V2ഉം V4ഉം 2 കമ്പോണൻറ്റ് ഓഫ് HYGയിലാണ് ഉള്ളത് എങ്കിൽ നമുക്ക് ഇനിയിപ്പം നമ്മുടെ ഉത്തരം സുഖമായിട്ട് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ V1ഉം V3യും 2 കമ്പോണൻറ്റ് ഓഫ് HBRൽ ഉള്ളതുപോലെ തന്നെ അപ്പം നമ്മൾ ചെയ്ത ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. അതായത് ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് എടുക്കുക. ഒന്ന് V2നെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണൻ്റ്, അല്ലെ V4നെ കണ്ടെയ്ൻ ചെയ്യുന്ന കമ്പോണൻ്റ്. ഞാനിപ്പോൾ V4നെ കണ്ടെയ്ൻ ചെയ്ത കമ്പോണൻ്റ് എടുത്തു. എന്നിട്ട് അവിടെ ഞാൻ ഇൻ്റർചേഞ്ച് നടത്തുവാണ്. ഇങ്ങനെ എല്ലായിടത്തും ഇൻ്റർചേഞ്ച് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എനിക്ക് ഇവിടെ ഒരു
യെല്ലോ കളറുള്ള വേർട്ടെക്സ് കിട്ടും, ഇവിടെ ഒരു ഗ്രീൻ കളറുള്ള വേർട്ടെക്സ് കിട്ടും. പിന്നെ ഇൻ്റർചേഞ്ച് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. പക്ഷെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ V4ൻ്റെ സ്ഥാനത്ത് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു യെല്ലോ കളറിലുള്ള വേർട്ടെക്സ് ആണ് അല്ലേ. ആ ഗ്രീൻ കളർ അങ്ങ് പോയി. അപ്പോൾ ഫൈനലി നമ്മുടെ ഗ്രാഫിൽ വി സ്റ്റാറിൻ്റെ സറൗണ്ടിങ് ആയിട്ട് 2 യെല്ലോ കളറുണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. മൊത്തത്തിൽ 4 കളറേ ഉള്ളൂ അല്ലേ. അപ്പോൾ 5ാമത്തെ കളറ് ഉറപ്പായിട്ടും നമുക്ക് വി സ്റ്റാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ഗ്രീൻ കളറാണ്. ഞാനത് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ V1ഉം V3യും സെയിം കമ്പോണൻറ്റ് വന്നാലും നമ്മൾക്ക് നമ്മുടെ വി സ്റ്റാറിനെ അതിൻ്റെ സറൗണ്ടിങ് വേർട്ടീസസിനെയും വെറും 5 കളർ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ N-1 വേർട്ടീസസ് നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ N വേർട്ടീസസിൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുമെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ തിയറം ഇതോടെ പ്രൂവ്ഡ് ആണ്. അതായത് കേസ് 1, കേസ് 2, സബ് കേസ് 1, സബ് കേസ് 2, അത് കഴിഞ്ഞിട്ട് പാർട്ട് 1, പാർട്ട് 2, അങ്ങനെ ഒത്തിരി രീതിയിലും നമ്മളുടെ പ്രൂഫിനെ നോക്കി എല്ലായിടത്തും നമുക്ക് നമ്മുടെ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേൾഡ് മാപ്പിനെയും വെറും 5 കളർ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ മാപ്പിനെയും നമുക്ക് 5 കളർ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും. എനിവേസ് എവറി പ്ലാനാർ ഗ്രാഫ് ഈസ് 5 വേർട്ടെക്സ് കളറബിൾ. ഏത് പ്ലാനാർ ഗ്രാഫ് എടുത്താലും അതിനെ നമുക്ക് 5 കളറുകൾ കൊണ്ട് അതിൻ്റെ വേർട്ടീസസിനെ എല്ലാം, അതിന് എത്രയെല്ലാം വേർട്ടീസസ് ഉണ്ടോ വെറും 5 കളറുകൾ കൊണ്ട് അതിൻ്റെ വേർട്ടീസസിനെ എല്ലാം നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും. 5 കൂടുതൽ കളറുകളുടെ ആവശ്യമില്ല. അതാണ് ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.